ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സഹായിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ ദേവസ്വം ജീവനക്കാർക്ക് പറഞ്ഞു നൽകി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ദേവസ്വം ബോർഡും IMAയും സംയുക്തമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നെഞ്ചിലൊരു ബോണുണ്ട്, ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. ആ ബോണിലോട്ടാണ് നമ്മുടെ വാരിയലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഷേപ്പ് സാധനമാണ്, തൊട്ടൊക്കെ അറിയാം. അവിടെ തൊട്ട് നമ്മുടെ വയറിന്റെ തൊട്ട് മുകളിലുള്ള സ്ഥലം വരെ ഈ ഒരു ഭാഗമാണ് ബ്രസ്റ്റ് ബോൺ. ആ ബ്രസ്റ്റ് ബോണിലോട്ടാണ് നമ്മുടെ വാരിയലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. സോ ഈ ഭാഗത്ത് ബ്രസ്റ്റ് ബോണിന്റെ താഴത്തെ പകുതിയിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. അയ്യപ്പ സന്നിധിയിലേക്ക് മല കയറിയെത്തുന്ന ഭക്തന് ഒരാരോഗ്യ പ്രശ്നമുണ്ടായാൽ എങ്ങനെ അവരെ സഹായിക്കാം? അതിനെക്കുറിച്ച് ദേവസ്വം ജീവനക്കാർക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. IMA തിരുവനന്തപുരം ബ്രാഞ്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സഹകരിച്ചാണ് ബേസിക് ലൈഫ് ഹെൽത്ത് മെഡിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഭക്തർ സാവധാനം മല കയറുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മല കയറും മുമ്പ് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അനുമതി വാങ്ങണം. ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ സമയം തന്നെ എമർജൻസി മെഡിക്കൽ സെന്ററിൽ ചികിത്സാ സഹായം തേടണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ മല കയറാൻ ശ്രമിക്കരുത്. കയറുന്നുണ്ട് അതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിനെ, നിങ്ങളുടെ ഫിസിഷ്യനെ കാണിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കയറാവുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വളരെ സ്പീഡിൽ ആരോടും മത്സരിക്കാനായിട്ടല്ല നിങ്ങൾ കയറുന്നത്, വളരെ പതുക്കെ കയറാവുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്ഷീണിക്കുന്നുള്ള അവിടെ ഇരിക്കുക. ഇവിടെ നല്ല 3 ഹോസ്പിറ്റലുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വൈദ്യസഹായം തേടുക. നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, അത് ശ്രദ്ധിക്കണം. IMAയിലെ ഡോക്ടർ പ്രദീപ് കടങ്ങൂർ, ഡോക്ടർ വിവേക് KP എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. ജനം, സന്നിധാനം.